ഹലോ കൂട്ടുകാരെ, ഇവിടെ ആണെങ്കിൽ ഡോറയും നമ്മുടെ പ്രിൻസിയും കൂടെ ഭയങ്കര പണിയിലാണ്. പ്രിൻസിൻ്റെ ബുക്ക് പൊതിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പ്രിൻസ് അപ്പുറത്തിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ പ്രിൻസിയും ഡോറയും കൂടിയാണ് ബുക്ക് പൊതിയുന്നത്. കുറേ നേരമായി പൊതിയാൻ തുടങ്ങിയിട്ട്, പക്ഷെ എങ്ങും എത്തിയില്ല. അങ്ങോട്ട് അനങ്ങുന്നില്ലല്ലോ അങ്ങോട്ട്. എവിടെ? ആ ആ ശരിയാ, 4 മണിയായപ്പോ തുടങ്ങിയതേ ഉള്ളു. വളരെ ലേറ്റ് ആയിട്ടായിരുന്നു തുടങ്ങിയത്. അല്ല, 4:15 വന്നു പിള്ളേര്. വന്ന് ഞാൻ ഗ്യാസ് എടുത്തിട്ട് വന്നപ്പോ പിള്ളേര് ഇവിടെ ഉണ്ട്. ഞാൻ പിള്ളേര് അങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ ഗ്യാസ് എടുക്കാൻ പോയത്. എത്ര മണിക്ക് തുടങ്ങി? 4:00 തുടങ്ങിയോ? മുഖത്ത് നോക്കി കള്ളം പറയുന്ന നോക്കിയേ. ഇവിടെ ഒരാളാണെങ്കിൽ നമ്മുടെ സാവിത്രിയമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് കഴിച്ചോണ്ടിരിക്കട്ടോ. അവിടെ നിന്നുകൊണ്ട് വിളിക്കുക, എന്നെയും കൂടെ കാണിക്കേ. ഗബ്രൂട്ടാ ഹായ് പറഞ്ഞേ. കണ്ട എല്ലാവർക്കും ഹായ് തന്നു ഗബ്രൂട്ടൻ കേട്ടാ. ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. നമ്മളിവിടെ ക്ലോക്ക് ഇട്ടിട്ടുണ്ടേ, കണ്ട. നമ്മുടെ ഗബ്രൂട്ടൻ ഫുഡ് കഴിക്കത്തില്ല കേട്ടോ. അപ്പം സാവിത്രിയമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞും കാണിച്ചൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ നോക്കുവാണ്. യോ ഗബ്രൂട്ടിന്റെ മുടിയില്ല. പല്ലെന്തേ ഗബ്രൂട്ടാ? പല്ല് കാണിച്ചേ, പല്ല് കാണീര്. എന്തേ ഇത് എപ്പോഴത്തേക്ക് കഴിയൂടി? എന്താ ഞാൻ എടുക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ എടുക്കാൻ വേണ്ടിയാ. ഇനി ചോറ് കഴിക്കാവോ? കൊടുത്തു നോക്കിയമ്മേ. ആവച്ചേ ആവിക്ക്. അയ്യോ, ഇതാണ് നീ എന്റെ കയ്യിരുന്നോണ്ട് കാണിക്കാൻ വേണ്ടി വന്നത്, ക്യാമറ പിടിച്ചു മാറ്റുന്നത്. സാവിത്രമ്മ എന്റെ വായി ചോറ് വെക്കാൻ വന്നു, ഞാനാണ് വായും തുറന്നോണ്ടിരിക്കുന്നത്. ഇതെന്തോ ചെയ്യുവാ? നോക്കിയേ, വെറുതെ കാശ് കൊടുത്ത് മേടിച്ച സാധനം എല്ലാം കട്ട് ചെയ്തിട്ടേക്ക്. നോക്കിയേ, എന്താ എല്ലാം നശിപ്പിക്കുക. ഗബ്രൂട്ടാ ആങ്കറിങ് ചെയ്യുമോനെ എന്റെ കൂടെ? നമുക്ക് അമ്മേനെ ആണെങ്കിൽ ഇന്ന് പൊരിക്കാം. ഇത് നോക്കിയേ, അവിടെ എല്ലാം കട്ടിക്കീഴ് കളയുക. അതെന്തിനാ കട്ട് ചെയ്യുന്നത്? മടക്കി വെക്കാന്. ഇത് കണ്ട. അയ്യോ, അമ്മയുടെ മോളെ എനിക്ക് നഷ്ടം ഉണ്ടാക്കി തരുക കേട്ടാ. കാശ് കൊടുത്ത് മേടിച്ച് മൊത്തം വെട്ടിക്കീറി കളയുക. ആണോ? ഞാൻ ഒന്നും പറയുന്നില്ല ഇതിന്. ഞാൻ നീയായിട്ട് സ്വകാര്യത്തിൽ ഇരിക്കുമ്പോ പറയാം. അയ്യോ, ഭയങ്കര വലിയ തമാശ. എന്റെ ക്യാമറ വിടറാ. ഇവിടെ ഭയങ്കര അടിയാ ക്യാമറയുടെ ബാക്കിൽ കേട്ടോ. കാണിക്കാൻ പറ്റത്തില്ല. അന്ന് അമ്മയ്ക്ക് 2 തരാം. രാത്രി നല്ല തട്ട കിട്ടുന്നത്. നെഞ്ചത്ത് കയറിയിരുന്ന ഇടിക്കുന്നത്. നെഞ്ചത്ത് കീറിയിരുന്ന ഇടിക്കുന്നത്. അത് ഡോറയ്ക്ക് മാത്രല്ല കേട്ടാ, ഇല്ല നിൽക്കുന്ന പ്രിൻസിക്കും കിട്ടാറുണ്ട്, ഈ ചോറ് വാരി കൊടുക്കുന്ന ആൾക്കും കിട്ടാറുണ്ട്. തല വെച്ച് മാത്രല്ല, 2 കൈയും വെച്ച് അങ്ങോട്ട് നെഞ്ചത്തോട്ട് കയറിയിരുന്നിട്ടുണ്ടല്ലോ. പടക്കോന്ന് കൊടുക്കും. അതെ, ഏറ്റവും കൂടെ പ്രിൻസിക്ക് തലയ്ക്ക് കിട്ടുന്നത്. എന്ത് സാധനം ഉണ്ടെങ്കിലും കൊണ്ടുപോയി പ്രിൻസിയുടെ തലക്കിട്ട് തട്ടും. ചോറ് കഴിക്കടേ. വലിയ കൊച്ചാവണ്ടേ? വലിയ കൊച്ചാണോ ചോറ് കഴിക്കണം. അയ്യേ, എന്റെ ടീഷർട്ട് മൊത്തം കുളമാക്കി. അല്ല, നല്ല കുളിച്ചിട്ട് ഡ്രസ്. പോന്നു. യോ, ഡോറ എപ്പ കഴിയും? എന്തു ഈ ആയുധത്തിന്റെ പേര്? കത്രിക അല്ല.
ആ മുഖം ഞാൻ ക്ലോസപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ആ കൊച്ചു കഴിക്കുന്ന എങ്ങനെയാ അപ്പൊ ഇത്? അയ്യോ എന്താ? ആ എന്താ? എടുക്കണോ? എടുക്കണോ? മുട്ടയില്ലേ അപ്പൊ അതിന്റെ ഒരു എടുക്കണോ? മുളകൊന്നും ചേർക്കാത്തോണ്ട് ഇതെല്ലാം എടുത്തു വരുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും വരും. ഇതൊക്കെ വെച്ചിട്ടുണ്ടെ പിള്ളേർക്ക് ഇന്നാട്ടോ ബുക്കും പുസ്തകം എല്ലാം. പുസ്തകം ഇന്നലെ കിട്ടി. ബുക്ക് നമ്മള് ഇന്നാ മേടിച്ചത്. പഠിപ്പിക്കാൻ എഴുതിക്കാനും തുടങ്ങിയിട്ടില്ല. പിന്നെ സാധനങ്ങളെല്ലാം നമ്മള് മേടിച്ച് ഇന്ന് പണ്ടത്തെ നൊസ്റ്റാൾജി ആയിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതൊന്നും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തോണ്ട് അമ്മയായിരുന്നു എല്ലാം ചെയ്തു തന്നോണ്ടിരുന്നേ. ഇപ്പൊ ഞാന് കട്ട് ചെയ്യോ? ഇല്ല കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യുന്നില്ല. കണ്ടാ അവിടെ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് കളയാ. നോക്കിയേ, ഇയാള് നേരത്തെ കട്ട് ചെയ്തത് വൃത്തിയില്ലാതെ കട്ട് ചെയ്ത് നോക്ക്. അതെ ശരിയായിട്ടില്ല. അതാ ഒത്തിരി സൂം ചെയ്യണ്ട. സൂം ചെയ്യും, ഞാൻ സൂം ചെയ്യും. എന്താ മോളെ? ഇല്ല നിന്റെ പുസ്തകങ്ങൾ മൊത്തം പൊതിയാനുണ്ട്. ഇത് എപ്പോ കഴിയും? എത്ര പുസ്തകം ഉണ്ട് പൊതിയാന്? 1 2 3 4 5 6 7 എണ്ണം ഇവിടെ ഉണ്ട്. ബാക്കി അവന്റേത് 15 എണ്ണം. കുറച്ച് ഇത് കഴിയുമ്പോ ഇച്ചാനും കൂടെ കൂടും. ഓ ഇല്ല, അതെന്താ അങ്ങനെ ഒരു പുച്ഛ വർത്താനം? എല്ലാം അഴിക്കാനും അതെന്താ അങ്ങനെ ഒരു പുച്ഛ വർത്താനം? പറ, ടെൽ മീ, ആൻസർ മീ. അച്ഛാ എനിക്കിത് സത്യം പറയട്ടെ ഗൈസ്, എനിക്കിത് പൊതിയാന് ചെയ്തു കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 19 എണ്ണേ ഉള്ളു. സിമ്പിള് 19 എണ്ണേ ഉള്ളു. ബാക്കി വലിയപ്പ പൊതിഞ്ഞല്ലേ? ഇല്ല മോളെ, ബുക്ക് പൊതിയുന്നയൊക്കെ മോളുടെ കടമയാ. അമ്മമാര് ചെയ്തു കൊടുക്കണം എന്നാണ്. ആ അമ്മമാരാ ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ചെയ്യും. പക്ഷെ അച്ഛന്മാർക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല. ഉത്തരവാദിത്തത്തിന് അച്ഛന്മാർക്ക് ഇത് മേടിച്ചോണ്ട് തരുന്ന ഉത്തരവാദിത്തമേ ഉള്ളു. ബാക്കി അമ്മയുടെ ഉത്തരവാദിത്തമാണ് അത് വൃത്തിയായിട്ട് മക്കളെ ഏൽപ്പിക്കുക എന്നുള്ളത്. ഏൽപ്പിക്കണം. എന്റെ ഉള്ളിൽ സിംഗത്തെ ഉണർത്തരുത്. എന്നിട്ട് മ്യാവൂന്ന് കരയാനല്ലേ? ഇത് ഞാൻ പൊതിയാനൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ പൊതിഞ്ഞു വരുമ്പോ ഇത് ടൈറ്റ് ആന്നില്ല. എന്താ പശ ഒട്ടിക്കണം? ആ അമ്മ ചോറ് മാറ്റിയൊക്കെ ഇപ്പൊ കളയേ. അവനും കൂടെ പൊതിയാൻ കൊടുക്കും. നീ എന്താ അവന് പൊതിയാൻ കൊടുക്കാത്ത? ഒരു തരത്തില് ഞാൻ ഇത്ര ചെയ്തേ. അവനും കൂടെ പൊതിഞ്ഞു കൊടുത്തിട്ട് വേണം ഇത് മൊത്തം ഇനി. ഓ അമ്മ ബലം പിടിച്ചൊക്കെ ചോറ് വായി കുത്തിക്കയറ്റുന്നത്. അങ്ങനെയാ എന്താ? തട്ടിയാ? അയ്യോ ആ അപ്പൊ നമ്മുടെ ഗബ്രൂട്ടന് ഭയങ്കര കരച്ചിൽ. അതിനെ എടുത്തിട്ടതിലെ കരച്ചിൽ ഇറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഈ ബുക്കാണെങ്കിൽ മൊത്തം ഡോറയിൽ നിന്ന് ഒട്ടിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഭദ്രകാളി എന്ന് പറയാൻ പറ്റില്ല, ഈ വടയക്ഷിയുടെ ഈ കണ്ണുപേടിയൊന്നും കണ്ടിട്ട് നിങ്ങളാരും വരേണ്ടതാണ് കേട്ടോ. ഇതിങ്ങനെ സ്ഥിരമുള്ളയാ. അയ്യോ എന്തോന്ന് അങ്ങനെയല്ല, എന്റെ കൊച്ചു മുതലാളി ഇങ്ങനെ വരണം. ഇച്ചിരി കൂടെ പവറില്ല. അതുപോരാ, എന്റെ കൊച്ചു മുതലാളി അങ്ങനെ വരെ. അതാ. അപ്പൊ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും